അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബെറ്റർ ഗ്രൂമിങ്ങിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, ഐ എം ജിഡു വ്ളോഗർ. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടീഷൻ ചെയ്യണതാണ്. ബ്രീഡിങ്ങിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ പോലെയാണ് സംഭവം. കണ്ടീഷൻ ചെയ്തിട്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ബെനിഫിഷ്യലായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഓക്കെ, ആൾമോസ്റ്റ് ഞാൻ ഇത് വാങ്ങണ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ആയപ്പോൾ ചിന്ത വന്ന കേസ് നമുക്ക് ബ്രീഡിങ് ടൈം ആയാലോ, ഞാൻ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. സോ ഞാൻ നമുക്ക് മീൻ കാണാം ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഫീമെയിൽ ഗൈസ്. ഡിമോക്കാൻറ്റിൻ്റെ ഒരു ടൈപ്പാണ്. അടുത്ത് അതിനപ്പുറത്താണ് ഗൈസ് മെയിലുള്ളത്. അങ്ങനെ മെയിലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ടാങ്കുകളൊക്കെ സെറ്റാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മെയിലിനെയൊക്കെ ഗ്രൂമിങ്ങിനോട് വിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഫീമെയിലിനെ പിടിക്കാൻ. എങ്കിൽ മാത്രമേ അത് നമുക്ക് മെയിലാണ് മെയിനായിട്ട് നമുക്ക് അഗ്രസീവ് കാണിക്കേണ്ടത്. സോ അടുത്താണ് ഫീമെയിൽ പിടിക്കേണ്ടത്. ഓക്കെ ഗൈസ്, കുറച്ച് ടൈം ആയിട്ടുണ്ട്. നമുക്കടുത്ത് ഫീമെയിലിനെ പിടിക്കേണ്ട ഏർപ്പാട് ചെയ്യാം. സോ ഇവളാണ് നമ്മൾ ഫീമെയിൽ. നിമോക്കാൻ്റെ ഒരു വെറൈറ്റിയാണ് പറഞ്ഞത്. മെയിൽ വന്നിട്ട് ബട്ടർഫ്ലൈ മെയിലാണ് പറഞ്ഞത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ അതിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിനെ പിടിക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു. സോ നമ്മൾ മെയിൽ ഇറക്കി ടാങ്കിൽ തന്നെ ഇറക്കി എടുക്കുക. ആരും തെറ്റിദ്ധരിക്കാതെ ഗൈസ്, ഇത് നമ്മൾ ബ്രീഡിങ് അല്ല, കണ്ടീഷൻ എന്നാണ് പറയണേ. സോ ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് 100% എഗ്ഗൊക്കെ കിട്ടത്തുള്ളൂ. സോ അതിനുവേണ്ടി മാത്രമാണ് ഒരു പ്രിപ്പറേഷൻ, അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് കേസ്. ഓക്കെ, ഡൊമസ്റ്റുണ്ട് മെയിൽ കണ്ട ചിറകൊക്കെ വിരിച്ച് കാണിക്കണത്. സോ ഇതാണ് നമുക്ക് ഗുഡ് കണ്ടീഷനിലുള്ള ബെറ്റാസ് എങ്ങനെയാണ് കാണിക്കണം. ഓക്കെ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പെയർ ആവുമെന്നാണ്, പെയറിങ് ആണെന്നാണൊക്കെ പറയണത്. സോ ഓൾമോസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് പിടിച്ച് ഇവിടെയാണ് ഫീമെയിലിനെ വിട്ടിട്ടുണ്ട് കേസ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ കുറേ നേരം ഇതേപോലെ എത്ര നേരമൊന്നുമല്ല, കുറേ നേരം വിട്ടിട്ടുണ്ട്. പിന്നെ അത് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് മാത്രമേ കട്ട് ചെയ്തോളൂ. അതായത് നമ്മൾ മെയിനെ പിടിക്കാൻ കുറച്ച് പാടുപെട്ട് കേസ്. കാരണം അതിന് നല്ല ഫെദർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബ്രീഡിങ് ആകുമ്പോഴും ഇതിൻ്റെ ഫെദർ എപ്പോഴും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡാമേജ് കിട്ടും. സോ ബി മെമ്മറിഫുൾ ആൻഡ് നോട്ടീസബിൾ. ഓക്കെ, നമ്മൾ തിരിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതിന് കുറച്ച് തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാണ് കേസ്. ഓക്കെ, അപ്പോൾ അത്രയുള്ള കേസിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്.